കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചു. കുടിശ്ശിക തീർക്കാതെ മരുന്ന് നൽകില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ. 9 മാസത്തെ കുടിശ്ശികയായി വിതരണക്കാർക്ക് കിട്ടാനുള്ളത് 90 കോടിയോളം രൂപയാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് മരുന്ന് വിതരണം നടത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മരുന്ന് വിതരണം ചെയ്ത വകയിൽ 90 കോടിയോളം രൂപയാണ് മരുന്ന് വിതരണക്കാർക്ക് മെഡിക്കൽ കോളേജ് നൽകാനുള്ളത്. അതോടെയാണ് വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിയത്. മരുന്ന് വിതരണം നിർത്തുന്ന വിവരം അറിയിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന് പുറമെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കലക്ടർ എന്നിവർക്കും ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ കത്ത് നൽകിയിരുന്നു. എന്നാൽ കുടിശ്ശിക നൽകുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമായില്ല. മരുന്ന് വിതരണം നിലച്ചതോടെ ആശുപത്രിയിലെ ദൈനംദിന പ്രവർത്തനം താളം തെറ്റുകയാണ്. ജീവൻ രക്ഷാ മരുന്നുകളുടെ വിതരണക്കാർക്കും കോടിക്കണക്കിന് രൂപ ലഭിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം സമാന രീതിയിൽ വലിയ തോതിൽ കുടിശ്ശിക ഉയർന്നപ്പോഴും മരുന്ന് വിതരണക്കാർ സമരപ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 30% മാത്രം തുക നൽകിയാണ് സമരത്തിൽ നിന്ന് വ്യാപാരികളെ ആശുപത്രി അധികൃതർ പിന്തിരിപ്പിച്ചത്. ഇത്തവണ മുഴുവൻ കുടിശ്ശികയും ലഭിക്കുന്നതുവരെ മരുന്ന് വിതരണം ചെയ്യില്ലെന്ന നിലപാടിലാണ് മരുന്ന് വിതരണക്കാർ. ജനം, കോഴിക്കോട്.